നിറയെ തെങ്ങുംതോപ്പും പാടവും മലനിരകളുമൊക്കെയുള്ളൊരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അപ്പോഴത്തെ ഇതൊരു ദേവസ്ഥാനമാണ്. ഒരു വലിയ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ആ മലയുടെ മുകളിൽ ആ 2 ടവറിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു അമ്പലം കാണാൻ പറ്റും. മലയുടെ അങ്ങ് മുകളിലാണ്. അത് ഇതുവഴിയല്ല പോകുന്നതാണ് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു കമാനം കാണുന്നുണ്ട്. അതുവഴിയായിരിക്കണം അങ്ങോട്ട് പോകുന്നത്. വരുന്ന വഴിയിൽ ധാരാളം ഗോവൻ സ്റ്റൈലിലുള്ള ഗ്രാമപ്രദേശങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ മലനിരകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുകയാണ്. 2 മലയുടെ അടിവാരത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്, അതിൻ്റെ നടുവിലൂടെയുള്ള വഴിയെ. അപ്പോൾ നമ്മൾ ധാരാളം ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. ഗോവയിലെ ആളുകൾ ഒരുപാട് പേര് നമ്മളോട് പരിചയപ്പെടാനൊക്കെ വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ഇത്രയും കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തു എന്ന് പറയുമ്പം തന്നെ അവർക്ക് ഭയങ്കര അതിശയമാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ ദേവസ്ഥാനം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇതൊക്കെ പാടമാണ്, പക്ഷേ ഇപ്പോൾ കൃഷിയില്ലാത്തതാണ്. തെങ്ങുംതോപ്പുകളുടെയൊക്കെ ഒരു മനോഹാരിത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരി, ഈ ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ഇനി ഒരു 32 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. വരുന്ന വഴിയിൽ മനോഹരമായൊരു കാഴ്ച കണ്ട് മലമടക്കുകൾ, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണിത്. അപ്പോൾ മലനിരകളുടെ താഴെ ഒരു പാടം, അതിനിടയിൽ 1-2 വീടുകൾ, 4-5 വീടുകൾ, അതെല്ലാം ഹോം സ്റ്റേകളൊക്കെയാണ് കേട്ടോ. അടിയിൽ അവർ താമസിക്കുന്നു, മുകളിൽ ആളുകൾക്ക് വേണ്ടി വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ആ നല്ല മലനിരകളാണ് കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ താഴ്വാരത്ത് പാടശേഖരവും ഒക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ തെങ്ങുകളൊക്കെ കാണാം. തെങ്ങ് ഇനി അങ്ങോട്ട് നിറയെ തെങ്ങുകളുടെ ഒരു ഘോഷയാത്രയാണ്. ഈ സൈഡിലും ചെറിയൊരു പാടമുണ്ട്, ബാക്കി കൃഷിയില്ലാതെ കിടക്കുകയാണ്. ഇടയ്ക്കൊക്കെയാണ് പാടം കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കർണാടകയുടെ ബോർഡറിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇപ്പോൾ പോകുന്നതും കർണാടകയുടെ ബോർഡറിലേക്ക് തന്നെയാണ്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ പോയാൽ 66 കയറിയിട്ട് നമ്മൾ പോയിട്ട് ഒരു പകുതി ഭാഗത്തൂടെ പോയിട്ട് പിന്നെ കടൽ തീരത്തൂടെ വരാമെന്നോർത്താണ് പോകുന്നത്. അങ്ങനെ ഒരു റൂട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, ഈ മലനിരകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. നെൽവയലും മലനിരകളും അതിനിടയിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. കൊങ്കൺ റെയിൽവേ ലൈൻ വഴി വരാൻ പറ്റിയില്ലെങ്കിലും കൊങ്കൺ റെയിൽവേയുടെ ക്രോസിങ്ങിലൂടെയാണ് ഞാൻ വരുന്നത്. ഇത് കണ്ടോ, ഒരു മനോഹരമായൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, അത് മഹാരാഷ്ട്രയ്ക്ക് പോകുന്ന കൊങ്കൺ റെയിൽവേ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കൊങ്കൺ റെയിൽവേ. അപ്പോൾ അതെ, ഒരു തുരങ്കം കണ്ടപ്പോഴത്തേനും അതൊന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ്. ആ മലയെ കട്ട് ചെയ്തുള്ള ഒരു തുരങ്കമാണ്. ഇതൊക്കെ നിർമ്മിച്ചത് നമ്മുടെ മലയാളിയായ പാലക്കാട്ടുകാരൻ, നമ്മുടെ മെട്രോമാൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു അഭിമാനമുണ്ട്. ഇത് കണ്ടോ, ആ കൊങ്കൺ പാതയുടെ ആ ടണൽ കണ്ടപ്പോഴത്തേനും ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് റെയിൽവേ ടണലുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കൊങ്കൺ പാതയിലെ ഒരു റെയിൽവേ ടണൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ആ റെയിൽവേ ലൈൻ. ഇതൊരു ലെവൽ ക്രോസിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടപ്പോഴത്തേനും അതൊന്ന് എടുത്തിട്ട് പോയതാണ്. ഞാൻ ഈ ഗ്രാമവഴികളിലൂടെയാണ് കയറി വരുന്നത്. അതെ സർ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ചിരിച്ച് കാണിക്കുന്നൊക്കെയുണ്ട്. അത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഗോവൻ ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഇന്നലെ തന്നെ നമ്മുടെ തമിഴ് വംശനായ നമ്മുടെ ഒരു അണ്ണൻ നമ്മളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഫുഡൊക്കെ തന്നു. കുഞ്ഞി ഇവിടെ ഇങ്ങനെ തണലത്ത് സൂചിച്ച് കിടക്കുകയാണ്. അല്ലടി വേണേ, ഗ്ലൂക്കോസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ ശരി, നമുക്ക് മുമ്പോട്ട് പോവാം. ഗ്രാമവഴികളാണ് കേട്ടോ, ഇതെല്ലാം ഗ്രാമങ്ങളാണ്. ഒരു 6-7 വീട് കഴിയുമ്പോഴത്തേനും പിന്നെ കുറച്ച് ദൂരം കൃഷിസ്ഥലം, പിന്നെ ഒരു 10-12 വീടുകൾ, അങ്ങനെ ഉള്ളൊരു പ്രദേശമാണ്. പിന്നെ നാളെ മാതാവിൻ്റെ പെരുന്നാളായതുകൊണ്ട് ഇവിടെ ഭയങ്കര ആഘോഷ പരിപാടികളാണ്. നാളെ അതെല്ലാം ഞാൻ ലൈവായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര തുടരുക. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
നമ്മൾ തുടങ്ങിയത് എവിടെയാണോ ആ ഹൈവേയിലോട്ട് നമ്മൾ വീണ്ടും വന്ന് ചേർന്നിരിക്കുകയാണ് 66-ൽ. നമ്മൾ ഷിരൂരെല്ലാം കഴിഞ്ഞ് എല്ലാപ്പൂര് ഘാട്ട് കയറുന്നത് ഈ 66 ഹൈവേയിൽ നിന്ന് ഇടത്തോട്ട് വരുന്ന വഴിക്ക് വലത്തോട്ട് തിരിഞ്ഞായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ഗോവയിൽ 66 കൂടെ തന്നെ ഇടത്തോട്ട് തിരിയുകയാണ്. അതായത് ഗോവയുടെ ഏറ്റവും അറ്റത്തേക്ക്, അതായത് കർണാടക ഗോവ ബോർഡറിലോട്ട് എത്തിയിട്ട് അവിടുന്ന് കടൽ തീരം വഴി നമ്മുടെ യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം മലയോരം എല്ലാം ഇറങ്ങി വന്നതാണ്. നമ്മൾ ചൊർല ഘാട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് വന്നത്. അതുകൊണ്ട് ഇതാ നമ്മൾ വീണ്ടും 66-ലോട്ട് വന്ന് കയറിയിട്ടില്ല. ഇനിയൊരു 30 മീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ 66-ലോട്ട് എത്തുകയാണ്. അപ്പോൾ 66-ലൂടെയുള്ള യാത്രയാണിനി. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ശരി, നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി ഹൈവേയിലോട്ട് കയറുകയാണ്. കണ്ട 31 കിലോമീറ്ററാണ് ഇനി നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അല്ലേ. 60-ലൊക്കെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് 2 വീലർ. പക്ഷെ നമ്മൾ ചവിട്ടുന്നതനുസരിച്ചേ പോകത്തുള്ളൂ. അങ്ങനെ വീണ്ടും 66-ലോട്ട് തിരിച്ച് കേരളത്തിലോട്ടുള്ള വഴിയിലാണ് പോകുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ബോംബെക്കുള്ള വഴിക്കല്ല പോകുന്നത്. നമ്മുടെ വഴി തനി വഴിയാണ്. അതുകൊണ്ട് നമ്മൾ തനിയേ പോവുകയാണ്. ഇനി സൂക്ഷിച്ചില്ല പണി പാലും വെള്ളത്തിൽ കിട്ടും. സാഗർ വൈനിലോട്ടാണ് കയറി വന്നത്. പക്ഷേ നമ്മൾ കള്ളു കുടിക്കുകയില്ല, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നാഷണൽ ഹൈവേ 66. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുവാണ്. ഇവിടെയാണ് ഇപ്പോൾ ഒരു തണൽ കിട്ടിയത്. കുറേ ദൂരമായി ഞങ്ങൾ ചവിട്ടുന്നു. സൈക്കിൾ ചവിട്ടി ഇച്ചിരി ബുദ്ധിമുട്ടി. കാരണം മഴയെല്ലാം മാറിയതുകൊണ്ട് ആ തണുപ്പങ്ങ് പോയിട്ട് ചൂട് കൂടിയപ്പോഴത്തേനും ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. കുഞ്ഞ് കിടക്കുന്നു. അവൾക്കൊരു തണുത്ത സ്ഥലം കിട്ടിയപ്പോഴത്തേനും അവളെ കയറ്റി കിടത്തിയതാണ്. പെണ്ണിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ തൊട്ട് താഴെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകുന്ന ഒരു പുഴയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കാടാണ് കേട്ടോ. NH 66ആണിത്. ഇവിടെ വളരെ വീതി കുറവാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, അവിടെ ഒരു വണ്ടി തന്നെ വന്ന് ബ്രേക്ക് ഡൗൺ ആയോ? അത് ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു വണ്ടി. അതോ അവിടെ പണി നടക്കുന്നതാണോന്നും അറിയില്ല. ഏതായാലും പണി നടക്കുന്നതാണ്. അതിൻ്റെ സാധനങ്ങൾ കയറ്റുന്നതാണ് അവർ. അപ്പോൾ ഞാൻ പതിയെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞിക്ക് ഉറക്കം വന്ന് കണ്ണെല്ലാം അടഞ്ഞു പോകുന്നുണ്ട് പാവം. അപ്പോൾ അവളെ ഒന്ന് സൈക്കിളിലോട്ട് കയറ്റിയിട്ട് ഞങ്ങൾ പതിയെ നീങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വെള്ളമെല്ലാം തീർന്നു. ഇനിയിപ്പം അടുത്ത കടയിൽ നിന്ന് വെള്ളം വാങ്ങിക്കണം. കാര്യം പറഞ്ഞാൽ പുഴയിൽ നല്ല കലങ്ങിയ വെള്ളം ഒഴുകുന്നുണ്ട്. എടുത്ത് കുടിച്ചാൽ മതി. പക്ഷേ തെളിഞ്ഞ വെള്ളമായിരുന്നു ഞാൻ എടുത്തതിന്. പക്ഷേ ആകപ്പാടെ കലങ്ങിയ വെള്ളമാണ്. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഇന്ന് അടിച്ചു പൊളിച്ച് വന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. തണുപ്പെല്ലാം പോയി മഴയെല്ലാം പോയതുകൊണ്ട് മഴയില്ലാത്ത ഒരു ദിവസം ഇന്നാണ് കിട്ടിയത്. അപ്പോഴത്തേ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. വണ്ടി വരുന്നു ചാടല്. എൻ്റെ ദൈവമേ, വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയില്ലാത്ത ഒരു പെണ്ണ്. വീഡിയോ എടുക്കാൻ എവിടെയൊരു ഇരുത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് അരിച്ചം വരും. അപ്പോൾ അവളെ എടുത്ത് ചാടും. അതാണ് അവിടെ ഒരു രീതി. ഇത് കണ്ടോ, ഓടി നടക്കുക. സുന്ദരിപ്പെണ്ണ് ഓടി നടക്കുക. എന്താണ് ഒരു ആംബുലൻസ് വരുന്നത്. സുന്ദരിപ്പെണ്ണിന് സന്തോഷം. കുറച്ച് നേരം കൊണ്ടാണ് പെണ്ണ് ഇവിടെ നിൽക്കുന്നത്. രണ്ട് ആംബുലൻസാണ് നോക്കി നിൽക്കുകയാണ് അവിടെ. ആംബുലൻസ് നോക്കി നിൽക്കുന്നു. പാത്തോളം. അപ്പോൾ ആംബുലൻസൊക്കെ നോക്കി കുഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അവൾക്കൊന്ന് നടക്കണം തൊട്ട്. പക്ഷേ ഹൈവേയുടെ സൈഡിൽ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റിയാൽ. ഇത് കണ്ടോ, സാധാരണ റോഡ് പോലെയാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെയുള്ള റോഡ് പോലെയുള്ള വീതിയേ ഉള്ളൂ ഇവിടെ ഹൈവേക്ക്. അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. അപ്പോൾ ശരി, ഞങ്ങൾ യാത്ര തുടരാമെന്ന് വെച്ച് കുഞ്ഞ് എക്സർസൈസൊക്കെ ചെയ്ത് ഒന്ന് ശരീരമൊക്കെ നേരെയാക്കി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരിച്ചാൽ നടത്തിയ ഇതിലോ അവർക്ക് പോകാനുള്ള റെഡിയാണ്. ഇതുണ്ടോ, സൈക്കിളിൻ്റെ മൂട്ടി എത്തിക്കഴിഞ്ഞു. എടി, അതിൻ്റെ മൂട്ടിൽ എന്നതായിരിക്കുന്നത്? അതിൻ്റെ മൂട്ടിൽ എന്നതായിരിക്കുന്നത്?
അപ്പം ഞങ്ങൾക്കൊന്ന് ക്രോസ് ചെയ്ത് കയറണമെങ്കിൽ ഇച്ചിരി പാടുണ്ട്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. വണ്ടി വരാത്ത ടൈം നോക്കി വേണം കയറാൻ. അല്ലെങ്കിൽ വലിയ ട്രെയിലറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോയാലേ ഉള്ളൂ എനിക്ക് അവിടെ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ ഹമ്പ് വെച്ചിട്ടുണ്ട്. അവിടെ ക്രോസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ശരി, ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. 66 നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് കേരളത്തിലോട്ടുള്ള റൂട്ടിലാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് 26 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ബീച്ച് സൈഡ് കിട്ടുക. ആ ബീച്ചിൽ നിന്ന് നമ്മൾ ഇപ്പം മലയോരം എല്ലാം ഇറങ്ങി വന്നുകൊണ്ട് ബീച്ച് പിടിച്ച് പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജീവന, എന്നാണ്ട് വിശേഷം? സുഖമാണോ? എൻ്റെ ആ പാൻറ്റ് മുഴുവൻ നീ കേടാക്കുന്നുണ്ട് കേട്ടോ. എന്നും എനിക്ക് പാൻറ്റ് കഴുകാൻ നേരെയില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ശരി എന്നാൽ, അപ്പം നമുക്ക് യാത്ര തുടരാം. തുമ്മൽ പിടിച്ചോ? പിന്നെയും വന്ന് കയറുന്നു. വിളക്കൊടി ഞാൻ തോറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ ഗ്യാപ്പ് കിട്ടുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അപ്പോഴത്തേക്കും നിറച്ച് വണ്ടിയായി. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയണം. അപ്പം നമ്മുടെ പണി പാളി. നമ്മളിവിടെ കൊണ്ടുവന്ന് കുറച്ച് മലയാളികളുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ സൈക്കിൾ ഒരു ചില്ല് കയറിയിട്ട് പഞ്ചറായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൊത്തം സാധനം അഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഒന്ന് ടയർ ഊരിയെടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ട്യൂബിൻ്റെ അവിടെ നിന്നാണ് പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതൊക്കെയാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഏതൊക്കെയാലും ട്യൂബ് നമ്മുടെ ഈ വേറെ ഉണ്ട് സ്പെയർ, അതൊന്ന് മാറിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ട്യൂബിൻ്റെ അവിടെ നിന്നാണ്, കാറ്റടിച്ചിട്ട് കയറുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് നോക്കാം. पंचर हुआ चक्कर ചായ. പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത്ര പെർഫെക്റ്റ് അല്ല. കാറ്റ് കയറുന്നില്ല. അവർ തന്ന ട്യൂബ് വേറെ ആയിപ്പോയി. അതുകൊണ്ട് ഒന്നുകൂടെ കാറ്റ് എങ്ങനെയാലും ഒന്ന് കയറ്റി അടിക്കണം. ഇങ്ങനെ വന്നാൽ കാറ്റ് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ട്യൂബ് മാറേണ്ടി വരും. അതിനിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ട്യൂബ് മാറാം. ഒരിക്കലും സൈക്കിൾ നേരെ ആയിട്ടുണ്ട്, തള്ളിക്കൊണ്ടാണേലും പോകാം. ആ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ സൈക്കിൾ വെച്ചിട്ട് ഇതൊന്ന് പമ്പൊന്ന് എടുത്തിട്ട് ഒന്നുകൂടി അടിച്ചു നോക്കണം. ഇച്ചിരി കൂടി കാറ്റ് കയറുമോന്ന്. കയറിയാൽ ഇന്ന് യാത്ര പോകും. അതല്ല എങ്കിൽ തണ്ടി ഇവിടെ എവിടെയെങ്കിലും കിടക്കും. തണ്ടി ഇതുണ്ട് ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഇവിടെ, ഞായറാഴ്ച മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വെക്കുന്നു. ഈ ബാറിൻ്റെ ഇവിടെ ചോദിച്ചിട്ട് ഒന്ന് ചാർജിങ്ങിന് ഇടാൻ പറ്റുമോ എന്ന് നോക്കണം. മൊബൈൽ ഒന്ന് ചാർജിങ്ങിന് ഇടാൻ. അപ്പോൾ ശരി, ഇന്നത്തെ കഥ കഴിഞ്ഞു. ഇന്നൊറ്റ ദിവസത്തെ കഥ പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു സൈഡ് വേടി കീറിപ്പോയതാണ് നമ്മുടെ ട്യൂബ്. ഇതൊക്കെയാലും നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു ട്യൂബ് കൂടി ഇരിപ്പുണ്ട്, അത് അഴിച്ചൊന്നുകൂടി ഇടണം. അപ്പോൾ ശരി, ഇന്നത്തെ യാത്ര കുഞ്ഞിയാപ്പാടെ സങ്കടപ്പെട്ടിരിക്കുക, യാത്ര ചെയ്യാൻ പറ്റാതെ. ഞാൻ അതിലും സങ്കടത്തിയിരിക്കുക. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഗോവയിലൂടെ ഉള്ള യാത്രയിലാണ്. NH66 കൂടിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ NH66 എന്നുള്ള പേരേ ഉള്ളൂ. ഇവിടെയൊക്കെ റോഡിന് വളരെ വീതി കുറവാണ്. വലിയ വണ്ടികളൊക്കെ വന്നാൽ നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഇന്നലെ പഞ്ചർ കിട്ടിയായിരുന്നു. നമ്മളൊരിടത്ത് വന്ന് കുറച്ച് ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഞ്ചറായത്. അതിനുശേഷം നമ്മൾ കാറ്റടിച്ചിട്ട് നമ്മുടെ സാധാരണ പിന്നുള്ള ട്യൂബാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. മറ്റേ ടൈപ്പ് ട്യൂബ് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് സാധാരണ ട്യൂബാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് കാറ്റ് നമ്മുടെ അടിച്ചിട്ട് അത്ര ഓവറായിട്ട് കയറുന്നില്ല. ഇനിയിപ്പം വല്ല പഞ്ചർ ഷോപ്പിലും ചെന്നിട്ട് നിറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്ന് ഫുള്ള് മഴയാണ്. ഇന്നലെ നല്ല തെളിവായിരുന്നു, അതുകൊണ്ട് കുറേ ദൂരം പോരാൻ പറ്റി. ഇന്ന് ഭയങ്കര മഴയാണ്. മഴയായതുകൊണ്ട് ഇത് തള്ളിക്കൊണ്ട് പോകാനും പാടാണ്. അതുപോലെ തന്നെ രാവിലെ നല്ല തിരക്കാണ് റോഡിൽ. തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ വന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷെഡ് കണ്ട് അപ്പോഴത്തേനും അങ്ങോട്ട് കയറിയിരുന്നു. ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ പോകാമെന്ന് വെച്ചു. കാരണം കാറ് കയറി വരുന്നുണ്ട്, നല്ലൊരു തെളിവ് വന്നിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഈ ഷെഡിലിരിക്കാം. കുഞ്ഞിത് നല്ല ഉറക്കത്തിലാണ്. അവിടെ കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് ഇറക്കണം, കുറച്ച് വെള്ളമായതുകൊണ്ടാണ് രാവിലെ ഇറക്കിയതാണ്. അപ്പോൾ പതിയെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പം ബീച്ച് സൈഡിലോട്ട് പോയാൽ ഇന്ന് പെട്ടുപോകും. അതല്ലെങ്കിൽ തന്നെ ഇന്നിപ്പം വേറെ മാർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്നുറങ്ങും.
കൊൺകോണയ്ക്ക് ഇനി ഒരു 3 കിലോമീറ്റർ കൂടിയാണുള്ളത്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ബീച്ച് ഇതാണ്. ഇത് മറ്റൊരു ബീച്ചിലോട്ടുള്ള വഴിയാണ് ഇവിടുന്ന് റൈറ്റ് പോയാൽ. അപ്പോൾ ഇന്ന് കുറച്ച് മുമ്പേ ഞാനിവിടെ വന്നതാണ്. അപ്പം നമ്മുടെ ട്യൂബ് കാറ്റടിക്കാൻ പറ്റാത്ത പരുവത്തിലാണ്. അതുകൊണ്ട് അത്യാവശ്യം കാറ്റടിച്ച് ഞാനിങ്ങ് പോകുന്നതാണ്. ഇതൊരു വലിയ ഘാട്ടാണ്. ഈ ഘാട്ട് കയറി ഇറങ്ങിയാണ് വന്നത്. അപ്പോൾ ടയർ ഒരുപാട് ചൂടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അതുപോലെ തന്നെ മറ്റൊരു ട്യൂബ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയ ഇവിടുത്തെ ബസാറാണ്. ബസാറിൽ പോയിട്ട് ഞാൻ ട്യൂബൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടുന്ന് ലെഫ്റ്റിൽ പോയാൽ ബസാറാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ടോപ്പ് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഇവിടെ ഈ കടയിൽ ചോദിച്ചു. പിന്നെ അപ്പുറത്ത് വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിൽ പോയി നമ്മൾ ചോദിച്ചു. സ്റ്റീം ലൈൻ ഗാരേജിലാണ് നമ്മൾ മൊബൈലൊക്കെ ചാർജിങ്ങിന് ഇട്ടത്. പിന്നെ ഈ കടയിൽ ചോദിച്ചു. അപ്പോൾ ഭായി പറഞ്ഞു കുഴപ്പമില്ല, അപ്പുറത്തൊരു കട അടച്ച് കിടപ്പുണ്ട്, അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പശുക്കളൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ നായ്ശല്യമുണ്ട്. അതുകൊണ്ട് അവിടെ 2 പേര് കുഞ്ഞിനെ ട്യൂൺ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 3 കിലോമീറ്റർ രാവിലെ എഴുന്നേറ്റ് ചവിട്ടിയാൽ നമുക്ക് ഇവിടെ ചെല്ലാൻ പറ്റും, ബീച്ചിൽ ചെല്ലാൻ പറ്റും. പിന്നെ ബീച്ച് റോഡാണ് മൊത്തം. ഘാട്ട് റോഡ് ഇപ്പം നമ്മൾ ഏകദേശം ഫുള്ള് ഘാട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് ഘാട്ടും കഴിഞ്ഞ് നമ്മൾ ഗോവയിലെ മെയിൻ ബീച്ചുകളിലൂടെയുള്ള യാത്രയാണ്. ഇവിടെ ഒരു കോട്ടയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് പതിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, യോപ്പൻ്റെ യാത്ര തുടരുകയാണ്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്.